ഇന്നലെ പല ന്യൂസ് പോർട്ടലുകളിലും വന്ന ഒരു ന്യൂസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ശ്രീലക്ഷ്മി അരയ്ക്കൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നു, എനിക്ക് ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിംഗ് ആണ്, സൈബർ അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തരത്തിൽ. ഞാൻ വിചാരിച്ചു ഇവരെന്താ അത്ര വലിയ ബുള്ളിയാണോ, ഇവരെയൊക്കെ സൈബർ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇവർ അത്ര ഒരു വലിയൊരു സംഭവമായിരിക്കണ്ടേ, എനിക്കറിയുകയും ചെയ്യില്ല. ഏതായാലും ഇവരുടെ പേരും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ നേരെ ഇവരുടെ പ്രൊഫൈലിൽ കയറിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇവർ ടീച്ചറാണെന്നാണ് പറയുന്നത്, ടീച്ചറാണെന്ന് പറയുന്നു. അപ്പോൾ ഇവർ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എനിക്ക് തോന്നുന്നു വളരെ പരിതാപകരം തന്നെയായിരിക്കും. ഇപ്പോഴേ ഇവർ പറയുന്നൊരു കാര്യം ഇതാണ്. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവർക്ക് ആൺ എന്ന് പറയുന്ന വർഗത്തെ തന്നെ കണ്ടുകൂടാ. അതായത് സ്വന്തം അച്ഛനെ കുറിച്ച് വരെ പറയുന്നത് കളങ്കാവിലെ മമ്മൂട്ടി എന്നാണ്. അതായത് ആദ്യം ആലോചിക്കേണ്ടത്, കളങ്കാവിലെ മമ്മൂട്ടി എന്ന് പറയുന്ന സൈനൈഡ് മോഹനെ പറ്റിയിട്ട് യാതൊന്നും ഇവർക്ക് അറിയില്ല. ഇവർക്ക് സൈനൈഡ് മോഹൻ്റെ കഥ പോലും അറിയില്ല. പിന്നെ എന്നിട്ടാണ് പറയുന്നത് എൻ്റെ അച്ഛനെ പോലെയെന്ന് എനിക്ക് തോന്നുന്നത് എന്ന്. അപ്പം അങ്ങനെ പലതരത്തിലും ഇവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. അതിലെന്ന് പറഞ്ഞാൽ ഇവർ ലൈവ് ഇട്ട കുറേ പണ്ട് 5 വർഷം മുമ്പുള്ള ലൈവുകൾ കണ്ടു. ആ ലൈവിലൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് 1 മണിക്കൂറൊക്കെ ഇവർ ലൈവ് പറയുന്നുണ്ട്. അങ്ങനെ ലൈവിൽ അവസാനമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറി വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയും അത് ഒരു കണ്ടന്റ് ആക്കിയിട്ടുള്ള ഒരു ലൈവ്, അങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ഏതായാലും എനിക്ക് മനസ്സിലാകുന്നില്ല ഇവർ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ എല്ലാവരും സൈബർ ബുള്ളിങ് ചെയ്യുന്നതെന്ന്. അതായത് ആ ഒരു നമ്മുടെ ഷിംജിത വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനകത്ത് ഷിംജിതയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത രീതിയിലാണ് ഇവർ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ആ ഒരു ഇത് വന്നത്. ഏതായാലും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ദിലീപ് ചിത്രം, ലാലേട്ടൻ ചിത്രം, ഫസ്റ്റ് ഡേ ടിക്കറ്റ് എടുക്കും. ആ സിനിമയുടെ പേര് പറയാൻ പോലും എനിക്ക് ഇഷ്ടമില്ല, പിന്നെ ഞാൻ എങ്ങനെയാ എടുക്കുന്നത്? ഇന്നലെ KSRTC ബസ്സിൽ പറക്കുന്നളിക ഇട്ടപ്പോ കുറെ ചേച്ചിമാരായിട്ട് പ്രതിഷേധിച്ച് അത് സ്റ്റോപ്പ് ചെയ്യിച്ചല്ലോ. അപ്പം ദിലീപിന്റെ പഴയ സിനിമ പോലും കാണാത്ത ഞാന് പഴയ സിനിമയല്ല, ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് വന്നാൽ പോലും അത് ഞാൻ സ്ക്രോൾ ചെയ്ത് വിടും. നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ ആള് ഞാൻ എങ്ങനെ പോയി കാണും ആ സിനിമ? പേര് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണോ, ദിലീപ് നായകനായതുകൊണ്ടാണോ? ദിലീപ് നായകനായതുകൊണ്ട്. എന്നാലും ദിലീപ് സിനിമ ഒഴിവാക്കിക്കൊണ്ടൊരു മലയാളിക്ക് അത് ഒരു പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്താൻ പറ്റും. എന്തായാലും പറ്റും. എങ്ങനെ? വിവരമുള്ള മലയാളികൾക്ക് പറ്റും, വിവരമില്ലാത്ത കഴുതകളായിട്ടുള്ള അടിമകളായിട്ടുള്ള അന്തം ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റത്തില്ല. നമ്മളൊന്ന് ഇറങ്ങിയ ദിലീപിന്റെ സിനിമയാണ് കാണുന്നത്, TV തുറന്ന ദിലീപാണ്, ദിലീപിന്റെ പാട്ടുകളാണ്. ആയിക്കോട്ടെ, നമ്മളത് പോയിക്കോട്ടെ, ഞങ്ങൾ കുറച്ചുപേര് പോയിക്കോട്ടെ. അതുകൊണ്ട് കാണണമെന്ന് നമ്മൾ പോയിക്കോട്ടെ, നമ്മള് കാണൂല. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദിലീപിന്റെ സിനിമയൊന്നും ഇല്ലാതാക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം അയാൾ അത്രയും വലിയ ലോബിയാണ്, അത്രയും വലിയ കോടികളുള്ള ആസ്തിയുള്ള ആളാണ്. പക്ഷെ നമ്മൾക്ക് നമ്മളുടെ പ്രതിഷേധം അത്രയും വൃത്തികെട്ട റേപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ മുഖം കാണാം. അതെ, അതാണ് കാരണം വെച്ചാൽ ദിലീപ് അങ്ങനെയുള്ള ഒരാളാണ്. പക്ഷെ ബേഡൻ ആരും തട്ടിക്കൊണ്ട് വന്നിട്ടൊന്നുമില്ലടേ. ബേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ലടേ, അതാണ് പറയുന്നത്. അതായത് ഇവർക്ക് ഇപ്പോൾ എന്താ പറയുക, അഖിൽമാരാറെ പറഞ്ഞതോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ മോശം തന്നെയാണ്. അതുപോലെ തന്നെ ദിലീപിൻ്റെ സിനിമ കാണണമോ കാണണ്ട എന്നോ നമുക്ക് തീരുമാനിക്കാം. പക്ഷേ ദിലീപ് മാത്രമല്ല, ബേഡനെ പക്ഷേ ഭയങ്കരമായിട്ട് ഇവർ അനുകൂലിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഇവർക്കൊക്കെ ഡബിൾ സ്റ്റാൻഡാണ്. ഇവർക്കെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളിലെന്ന് പറഞ്ഞാൽ ഇവർക്ക് നല്ലൊരു നിലപാടുണ്ട്, പല കാര്യങ്ങളിലെന്ന് പറഞ്ഞാൽ ഇവർക്ക് നിലപാടേ ഇല്ല. ഇവർക്ക് പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അവിടെ ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരെയും ഓർമ്മ വന്ന് പലരെയും നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന, അല്ലെങ്കിൽ പലരെയും എന്ന് പറഞ്ഞാൽ ഒരു വെറുപ്പോട് കൂടി കാണുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇവരുടെ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോഴേ. പക്ഷേ ഇപ്പോഴും ഇവർക്ക് നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്ക് വരുന്നു. അതുപോലെ തന്നെ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിൽ, എന്താണെന്ന് വെച്ചാൽ ഈ ദീപക്കിൻ്റെ ഒരു പ്രശ്നം വന്നതോട് കൂടിയിട്ട് ഇവർക്ക് നല്ല രീതിയിൽ പുറത്തിറങ്ങി കഴിഞ്ഞാലുള്ള ആ ഒരു ഒളിഞ്ഞും പതിഞ്ഞും പല ആൾക്കാരും പലതും പറയുന്നുണ്ട്. അത് പറയും എല്ലാവരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധമുള്ള ആരെങ്കിലും ഈ ദീപൻ്റെ എന്താ പറയുന്നത് ഈ ഷിംജിതനെ പിന്തുണക്കോ? നിങ്ങളൊന്ന് പറയാറുണ്ട്, ബോധമുള്ള ആരെങ്കിലും പിന്തുണക്കോ? പക്ഷേ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവർക്കറിയാം, അങ്ങനെ പിന്തുണച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വിലയുമില്ല. അതായത് പിന്തുണച്ചില്ലെങ്കിൽ നമുക്ക് നല്ല വില കിട്ടും. ദീപക്കിനെ പിന്തുണച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വിലയും കിട്ടൂല. പക്ഷേ ഷിംജിത്തിനെ പിന്തുണച്ച് കഴിഞ്ഞാൽ ആ ഒരു നെഗറ്റിവിറ്റി നമുക്ക് കിട്ടും. കാരണം കൂടുതലും ഇവർ ആഗ്രഹിക്കുന്നത് നെഗറ്റിവിറ്റി ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വായിക്ക് വന്നത് കോതക്ക് പാട്ട് എന്ന നിലയിൽ ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇവർ ടീച്ചർ ആണെങ്കിൽ, ഇവർ കുട്ടികളെ പഠിപ്പിക്കുന്നവരാണെങ്കിൽ ഇവരുടെ വായിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീഴരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ നമ്മുടെ എന്താ പറയുക, നാടിൻ്റെ അവസ്ഥ കൊണ്ടാണോ അല്ലെങ്കിൽ പിന്നെ ഇവർ
ഇവർ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ കൊണ്ടാണോ എന്നറിയില്ല, ഇവർ നല്ല രീതിയിൽ വികട സരസ്വതികൾ, അതായത് എല്ലാവരും പറയുന്നു, എല്ലാം അങ്ങനെയൊന്നും പറയരുത്. എല്ലാ ആണുങ്ങളൊന്നും ഇതുപോലൊന്നും സംസാരിക്കുന്നില്ല. ആണുങ്ങൾ സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കും എന്നൊന്നും ആരും കരുതരുത്. ഇവരങ്ങനെ പറഞ്ഞെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞങ്ങൾക്കും ഇങ്ങനെ സംസാരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. എല്ലാവരും ഇതുപോലെ സംസാരിക്കുന്നവരൊന്നും അല്ല. നമ്മളൊന്നും അങ്ങനെ പിന്നെ ബാഡായിട്ടുള്ള വേർഡുകളൊന്നും ഞാനൊന്നും യൂസ് ചെയ്യാറേ ഇല്ല. ഒരാളെ പോലും അങ്ങനെ യൂസ് ചെയ്യാറില്ല. നമ്മളെല്ലാം ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട്, പക്ഷേ നമ്മളങ്ങോട്ട് തിരിച്ച് നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവരുടെ ക്ലാസ്സിൽ വിടുന്ന ആ കുട്ടികളെ, ആ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നുമക്കളെ, നിങ്ങളുടെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും വളരെ മോശമായിട്ട്, ഇനിയിപ്പോൾ അവരുടെ കുട്ടികളുടെ മുന്നിൽ നിന്ന് അങ്ങനെ പറയുന്നില്ലായിരിക്കാം, എന്നാലും തങ്ങളുടെ ടീച്ചർ ഇതുപോലെ പറയുന്നവരാണെന്ന് അവർക്കൊരു ഇതുണ്ടാവുമല്ലോ. പലപ്പോഴും അവരുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. അപ്പോഴും ഇങ്ങനെ ഞങ്ങളുടെ ടീച്ചർ ഇങ്ങനെയാണോ എന്നുള്ള ഒരു ചോദ്യം വരൂലേ? അതുകൊണ്ട് എനിക്ക് ഈ സഹോദരിയോട് പറയാനുള്ളത്, എൻ്റെ പൊന്നു സഹോദരി, കുറച്ചൊക്കെ, അതായത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വെറുപ്പുണ്ടാവും, നമുക്ക് എല്ലാവരോടും വെറുപ്പുണ്ടാവും, വിദ്വേഷമുണ്ടാവും, അസൂയുണ്ടാവും, കുശുമ്പ് എല്ലാം ഉണ്ടാവും. പക്ഷേ അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ താങ്കളിപ്പോൾ എന്ന് പറഞ്ഞാൽ ദിലീപിനോട് പറയുന്നത് കേട്ടോ, ദിലീപിനെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ദിലീപ് വലിയൊരു ലോബിയാണ്. അതെ, ദിലീപ് നല്ല ലോബിയാണ്, അതുകൊണ്ട് ദിലീപിനെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ ഒരു വിഷമോ ഇതും നമുക്കുണ്ടാകും. പക്ഷെ നമ്മളിത് എവിടെയും പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല, എവിടെയും പ്രകടിപ്പിക്കാനും പാടില്ല. അതാണ് വേണ്ടത്. നമ്മളത് നമ്മളെ മനസ്സിൽ വെച്ചിരിക്കുക. അതുകൊണ്ട് പലപ്പോഴും ഡബിൾ സ്റ്റാൻഡുകളായിട്ട് പോകുന്ന ഇവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു സ്റ്റാൻഡ് എടുക്കുക, ഒരേ നിലപാട്. ആരെയാണ് പിന്തുണയ്ക്കുന്നത് ആ ഒരേ നിലപാട് എടുക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഞാൻ പിന്തുണയ്ക്കുന്നു, എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു, അത് നടക്കില്ലല്ലോ. അങ്ങനെ ഒരിക്കലും നമുക്ക് നിൽക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പൊതുസമൂഹത്തിലെ ചർച്ചയിലോ, ഇപ്പോൾ പ്രധാനപ്പെട്ട നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന ഒരു ചർച്ച, അത് ഒരുപാട് പേര് കണ്ടൊരു ചർച്ചയാണ്. ആ ചർച്ചയിലൊക്കെ വന്നിട്ട് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വെറുപ്പ് തോന്നിപ്പോയി അവരോട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊന്നും അല്ല വേണ്ടത്, ഇതൊന്നും അല്ല ജീവിതം, ഇതൊന്നും അല്ല നമ്മുടെ ഇങ്ങനെ എന്താ പറയേണ്ടത്, ഈ വെറുപ്പും വിദ്വേഷവും, അല്ലെങ്കിൽ ഞാൻ വലിയൊരു സംഭവമാണ്. ഇപ്പം ഞാൻ ഇവരുടെ ഇത് നോക്കി, ഇവർ വലിയൊരു സംഭവമാണെന്ന് ഇവർ പറയുന്നതേ ഉള്ളൂ, പക്ഷേ എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. മനസ്സിലാക്കണം നിങ്ങൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് 4 സൈബർ അറ്റാക്ക് വരുമ്പോഴേക്ക് ഇവരൊക്കെ പേടി വന്നു. എന്തിനിങ്ങനെ പേടിക്കുന്നത്? ഒന്നുകിൽ ധൈര്യത്തോടുകൂടി നിൽക്കുക, ഇല്ലേ പിന്നെ മിണ്ടാതിരിക്കുക, അതാണ് ഇത്. എന്നിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞ സഹതാപം, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സഹതാപങ്ങളൊന്നും അങ്ങനെ ചോദിക്കാത്ത ടീമുകളാണ് ഇപ്പോഴും. പക്ഷേ ഭയങ്കര സഹതാപത്തെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്നത്, സഹതാപങ്ങൾ വേണമെന്ന് പറയുന്നത് എനിക്കറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ശാന്തിവിള ദിനേശ് എന്തോ പറയുന്നത് കേട്ട്, അതും കേട്ട് കിടന്ന്. ശാന്തിവിള ദിനേശിനോട് ആരോ എന്തോ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്, എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ശാന്തിവിള എന്തോ തെറി പറഞ്ഞു തോന്നുന്നു. അപ്പോൾ തെറി പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടിലേക്ക് വരുന്ന കയറ്റം ശാന്തിവിളയോട് ആരോ പറഞ്ഞ്. അപ്പോൾ ശാന്തിവിളയാണെങ്കിൽ എന്താ പറയുന്നത് വെച്ചാൽ, എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരെ കിഴഞ്ഞ ഭാഗത്തുള്ളവരെ എന്നൊക്കെ പറയുന്നത്. ഏതൊരു നായി ഉണ്ട് ഒരു ശാന്തിവിളേൻ്റെ എടുക്കുക. അപ്പോൾ ആ നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 സംഭവം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ട്രോളുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും ഈ സൈബർ ബുള്ളിംഗ് ഒക്കെ നിർത്തുക, പോയി ജീവിക്കട്ടെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പറയാനുള്ളത്, സൈബർ ബുള്ളിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ പറയുന്നുണ്ടെങ്കിൽ അവർ ഭയന്നു, അവർ പേടിയാന്ന് അവർക്ക്. അല്ലാതെ നമ്മളെ ഈ TV ചാനലിൽ വന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഭയം തുടങ്ങി, പേടി. അതാണ്, പേടിയില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നത്. നന്ദി, നമസ്കാരം.